സിനിമാ നിർമ്മാതാക്കളുടെ സംഘടന പിളർപ്പിലേക്കെന്ന് സൂചന. ജി സുരേഷ് കുമാറിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തി. സുരേഷ് കുമാറിന്റെ നിലപാടുകൾ ബാലിശവും അപക്വവുമാണെന്ന് ആന്റണി പെരുമ്പാവൂർ ഫേസ്ബുക്കിൽ കുറിച്ചു. ആന്റോ ജോസഫിനെ പോലെയുള്ളവർ സുരേഷ് കുമാറിനെ തിരുത്തണമെന്നും ആന്റണി പെരുമ്പാവൂർ തുറന്നടിച്ചു. ജൂൺ 1 മുതലുള്ള സിനിമാ സമരം തിരിച്ചടിയാകുമെന്നും ആന്റണി പെരുമ്പാവൂർ വിമർശിച്ചു. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, ഇതിപ്പോൾ വലിയൊരു പിളർപ്പിലേക്ക് സംഘടന നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണോ ഇത്? ആന്റണി പെരുമ്പാവൂർ ചില കാര്യങ്ങൾ പറയുന്നു, ആ പോസ്റ്റ് പിന്നീട് പൃഥ്വിരാജ് പങ്കുവയ്ക്കുന്നു. അങ്ങനെ വലിയ പിളർപ്പിലേക്ക് പോവുകയാണോ സംഘടന? അനുജ, കഴിഞ്ഞ ദിവസം ഈ താരങ്ങൾക്കെതിരായ ഒരു വാർത്താ സമ്മേളനം നടത്തിയാണ് ജി സുരേഷ് കുമാർ ഉൾപ്പെടെയുള്ളവർ സിനിമാ സമരം പ്രഖ്യാപിക്കുന്നത്. അതിൽ ഈ താരസംഘടനയ്ക്കുമൊപ്പം താരങ്ങൾക്കുമൊക്കെ രൂക്ഷ വിമർശനമാണ് ഉണ്ടായത്. അതിന് പിന്നാലെ ജി സുരേഷ് കുമാറിനെതിരെ പരസ്യമായ വിമർശനം പല കോണുകളിൽ നിന്നും ഉയർന്നു വന്നിരുന്നു. അതിനിടെയാണിപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് തന്നെ ജി സുരേഷ് കുമാറിന് രൂക്ഷ വിമർശനം ഉയരുന്നത്. ആന്റണി പെരുമ്പാവൂർ അല്പസമയം മുമ്പ് ഫേസ്ബുക്കിൽ കുറിച്ച കുറിപ്പിലാണ് സുരേഷ് കുമാറിനെതിരെയും ഈ സിനിമാ സമരത്തിനെതിരെയുമൊക്കെ അതിരൂക്ഷ വിമർശനമുള്ളത്. ഇങ്ങനെ ഒരു സിനിമാ സമരം പ്രഖ്യാപിക്കാൻ ആരാണ് ജി സുരേഷ് കുമാറിനെ ചുമതലപ്പെടുത്തിയത് എന്ന ചോദ്യമാണ് ആന്റണി പെരുമ്പാവൂർ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നോ രണ്ടോ വ്യക്തികൾക്ക് കൂട്ടായിരുന്ന ഈ സിനിമാ നിർമ്മാണം നിർത്തിവെക്കാനും ഒപ്പം തിയേറ്ററിൽ അടച്ചിടാനും ഒക്കെ തീരുമാനമെടുക്കാൻ കഴിയുന്ന ഒരു രാജ്യമല്ല ഇത് എന്നുകൂടി അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഒപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ സഹപ്രവർത്തകരായ സിനിമാക്കാർക്കെതിരെയും ഈ സിനിമാ വ്യവസായത്തിനെതിരെയും ഒക്കെ സുരേഷ് കുമാർ വിളിച്ചു പറയുന്ന പല കാര്യങ്ങളുമുണ്ട്. അതൊക്കെ എന്ത് ചേതോ വികാരത്തിലാണ് എന്ന് തനിക്ക് മനസ്സിലാവുന്നില്ല എന്നൊരു കാര്യമാണ് ആന്റണി പെരുമ്പാവൂർ കുറിക്കുന്നത്. ഈ ജൂൺ 1 മുതലുള്ള സിനിമാ സമരം സിനിമാ വ്യവസായത്തിന് തന്നെ തിരിച്ചടിയാകും. അതുകൊണ്ട് ഒരു ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഒപ്പം ഈ നിർമ്മാതാക്കളുടെ സംഘടനയിൽ അംഗമായ താൻ ഉൾപ്പെടെയുള്ള ആളുകളോട് ഈ സമരത്തെക്കുറിച്ച് യാതൊരു കൂടിയാലോചനയും ജി സുരേഷ് കുമാർ നടത്തിയില്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ആന്റോ ജോസഫിനെ പോലെയുള്ള നിർമ്മാതാക്കളുടെ സംഘടനയിലെ മറ്റുള്ളവർ സുരേഷ് കുമാറിനെ തിരുത്തണം എന്നുകൂടി ഈ ആന്റണി പെരുമ്പാവൂറിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട്. അത് ഉൾപ്പെടെ സുരേഷ് കുമാറിനെതിരെ അതിരൂക്ഷ വിമർശനം ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. നിർമ്മാതാക്കളുടെ സംഘടനയിൽ ഒരു വലിയ പിളർപ്പ് ഉണ്ടാകുന്നു എന്നുള്ളതിൻ്റെ സൂചന കൂടിയായി ആന്റണി പെരുമ്പാവൂറിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെ കാണേണ്ടതുണ്ട്. ഒപ്പം അതിന് തൊട്ടു പിന്നാലെ പൃഥ്വിരാജ് ഈ പോസ്റ്റ് പങ്കുവെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ പറഞ്ഞ കാര്യങ്ങൾക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതുകൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ഇതിനോടകം തന്നെ കമൻറ്റ് സെക്ഷനിലടക്കം വലിയ പിന്തുണ ആന്റണി പെരുമ്പാവൂർ മുന്നോട്ട് വെച്ച് കാര്യങ്ങൾക്ക് ലഭിക്കുന്നുണ്ട് എന്നുള്ളത് ഏറ്റവും പ്രധാനമായി അറിയേണ്ടതാണ്. ഈ ആന്റണി പെരുമ്പാവൂരിനൊപ്പമുള്ളവർ പോലും അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്നുകൂടി ആന്റണി പെരുമ്പാവൂർ പറയുന്നുണ്ട്. ജി സുരേഷ് കുമാറിൻ്റെ കാര്യങ്ങളെ പിന്തുണയ്ക്കുന്നില്ല എന്ന്. ഒപ്പം ഈ കഴിഞ്ഞ ദിവസം 100 കോടി ക്ലബിലടക്കം കയറിയ സിനിമകളെക്കുറിച്ച് അധിക്ഷേപകരമായ പരാമർശങ്ങളാണ് ജി സുരേഷ് കുമാർ നടത്തിയത് എന്ന് പറയുന്നുണ്ട്. അതൊക്കെ വിമർശന വിധേയമാണ്. അതൊക്കെ അദ്ദേഹത്തെ തിരുത്താൻ ഒപ്പമുള്ള ആന്റോ ജോസഫ് അടക്കമുള്ള ആളുകൾ തയ്യാറാകണമെന്ന് കൂടി ഈ പോസ്റ്റിൽ പറയുന്നുണ്ട്. അനുജ. ശരി അശ്വിൻ, ഇപ്പോൾ ഇത് ഏത് തരത്തിലേക്കാണ് ഇതൊരു പിളർപ്പ് എന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? കാരണം ഈ അഭിപ്രായ ഭിന്നതയുണ്ട് എന്നതിനപ്പുറത്തേക്ക് ഇതൊരു രണ്ട് സംഘടനയായി മാറാൻ ഒക്കെയുള്ള സാധ്യത ഈ ഘട്ടത്തിൽ നമുക്ക് അങ്ങനെ പറയാൻ കഴിയുമോ? കാരണം ഇതൊരു വലിയ സംഘടനയാണ്. ഇപ്പോൾ പൃഥ്വിരാജ് ഈ പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ അഭിപ്രായ ഭിന്നതയുണ്ട്, രണ്ട് ഭാഗമായി ചേരിതിരിഞ്ഞ് നിൽക്കുന്നു എന്നുള്ളത് വ്യക്തവുമാണ്. അതായത് ഇപ്പോൾ തന്നെ ഈ ഒരു വിഷയത്തിൻ്റെ മുമ്പേ തന്നെ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്കുള്ളിൽ 2 വിഭാഗം രൂപീകരിക്കപ്പെട്ടിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനമായി താരങ്ങൾക്കെതിരായ അതിരൂക്ഷ വിമർശനമാണ് നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് ഇത്ര വലിയൊരു പാകപ്പിഴ പറ്റാൻ അല്ലെങ്കിൽ ഇത്തരത്തിലൊരു പിളർപ്പ് എന്നൊക്കെ തോന്നിപ്പിക്കുന്ന രീതിയിലേക്ക് അതിനുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ നീങ്ങിയതെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതിന് പിന്നാലെ താരസംഘടനയായ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് 3 ദിവസം മുമ്പ് ഒരു കത്ത് കൊടുത്തിരുന്നു. സംഘടനയ്ക്കെതിരായ വിമർശനങ്ങൾ പിൻവലിക്കണമെന്നും അതിൽ ഖേദം പ്രകടിപ്പിക്കണമെന്നുമായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്. അതിന് മറുപടി കൊടുക്കാൻ നിർമ്മാതാക്കളുടെ സംഘടന ഇതുവരെ തയ്യാറായിട്ടുമില്ല. തൊട്ടു പിന്നാലെയാണ് ആന്റണി പെരുമ്പാവൂർ ഈ പോസ്റ്റ് ഇടുന്നത്. പൃഥ്വിരാജ് അടക്കമുള്ള ആളുകൾ അത് ഷെയർ ചെയ്യുന്നതും. നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഈ താരങ്ങളുടെ സംഘടനയായ അമ്മയ്ക്കുള്ളിലെ അംഗങ്ങൾ തന്നെ നിരവധി ആളുകളുണ്ട്. അവർ നടത്തുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ 20-ലധികമാണ്. അമ്മയ്ക്കുള്ളിൽ തന്നെ ആളുകൾ നടത്തുന്ന പ്രൊഡക്ഷൻ കമ്പനികൾ. അതുകൊണ്ട് തന്നെ ഈ നിർമ്മാതാക്കൾ ഇത്തരത്തിലൊരു സമരം പ്രഖ്യാപിക്കുകയോ താരങ്ങളുമായൊക്കെയുള്ളൊരു സഹകരണം പിൻവലിക്കുകയോ ഒക്കെ ചെയ്താൽ അത് സിനിമയെ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകില്ല എന്നുള്ളതാണ് ഈ പല താരങ്ങളും പറയുന്നത്. അവർക്ക് സ്വന്തമായി സിനിമ നിർമ്മിക്കാനുള്ള സംവിധാനങ്ങൾ പലതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമാണ് 25ഓളം വരുന്ന താരങ്ങൾ തന്നെ നേതൃത്വം നൽകുന്ന താരങ്ങളുടെ സ്വന്തം പേരിലുള്ള സിനിമാ നിർമ്മാണശാലകൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ സിനിമാ സമരപ്രഖ്യാപനം
അത് ഈ നിർമ്മാതാക്കളുടെ സംഘടനയ്ക്ക് തന്നെ തിരിച്ചടിയാകുന്നു. അത് ഒരിക്കലും ഒരു സംഘടനാ തീരുമാനമല്ല എന്നുള്ളതാണ് ആന്റണി പെരുമ്പാവൂർ അടക്കം പറയുന്നത്. അങ്ങനെ താൻ വിശ്വസിക്കുന്നുമില്ല എന്ന് പറയുന്നു. കാരണം ആൻഡോ ജോസഫ് അടക്കമുള്ള ആളുകൾ ഇതുവരെ ഈ സിനിമാ സമരത്തെ പിന്തുണയ്ക്കുകയോ സുരേഷ് കുമാർ പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കാനോ മുതിർന്നിട്ടില്ല. അതുകൊണ്ട് മറ്റേതെങ്കിലും സംഘടനകളുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് ജി സുരേഷ് കുമാർ ഇങ്ങനെ ഒരു സമരപ്രഖ്യാപനം നടത്തിയത് എന്നുള്ളതാണ് ആന്റണി പെരുമ്പാവൂർ വിമർശിക്കുന്നത്. ഇതിൽ നിലവിൽ നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്ന് ഔദ്യോഗികമായ ഒരു പ്രതികരണമാണ് ഇനി വരേണ്ടത്. ഇങ്ങനെ രണ്ട് തട്ടിൽ നിലവിൽ അഭിപ്രായങ്ങൾ നിൽക്കുന്ന സാഹചര്യത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പ്രതികരണത്തിന് നിർമ്മാതാക്കളുടെ സംഘടന ഔദ്യോഗികമായി തയ്യാറാകുമോ എന്നുള്ളത് ചോദ്യചിഹ്നമാണ്. എന്തായാലും ഈ സമരപ്രഖ്യാപനവും ഒപ്പം താരങ്ങൾക്കെതിരായ വിമർശനവുമെല്ലാം വലിയ കുഴിയിലേക്കാണ് നിർമ്മാതാക്കളുടെ സംഘടനയെ തള്ളിവിട്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല. അനുജ, അശ്വിൻ, ഇതിലിപ്പോൾ ഈ താരങ്ങളുടെ പ്രതിഫലം എന്നുള്ളതൊരു വിഷയമായി തന്നെ ചൂണ്ടിക്കാട്ടുന്നുണ്ട് നിർമ്മാതാക്കളുടെ സംഘടന. അത് മുൻപും അവർ ഉന്നയിച്ചതാണ്. വലിയ പ്രതിഫലം, അത് നിന്ന് പിന്മാറാൻ താരങ്ങൾ തയ്യാറാകണമെന്നുള്ളത്. പക്ഷെ പിന്നീട് അതിൽ കൂടുതലായി ചർച്ചകളൊന്നും നടന്നിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ വിഷയം ഒരിക്കൽ കൂടി ഉന്നയിക്കുന്നു എന്ന് പറയുമ്പോൾ നേരത്തെ അശ്വിൻ സൂചിപ്പിച്ചതുപോലെ ഇവർക്കൊക്കെ തന്നെ താരങ്ങളാണ്, മുതിർന്ന താരങ്ങളാണ്, അവർക്ക് തന്നെ പ്രൊഡക്ഷൻ കമ്പനിയുമുണ്ട്. അപ്പോൾ ഈ രണ്ട് സംഘടനകളിലും പെട്ടവരാണ് ഇവർ പലരും. അങ്ങനെ വരുമ്പോൾ ഇത്തരം ആവശ്യങ്ങളിൽ അവർക്ക് മറുഭാഗത്ത് നിൽക്കുന്ന ഇപ്പോൾ പൃഥ്വിരാജിനെ പോലെയൊക്കെയുള്ള ആളുകൾക്ക് അതിനോട് വിയോജിപ്പുണ്ടോ എന്നുള്ളത് സ്വാഭാവികവുമാകാം, അല്ലേ? തീർച്ചയായും ഈ താരങ്ങളുടെ പ്രതിഫലം സംബന്ധിച്ച വിഷയം കഴിഞ്ഞ കുറേ നാളുകളായി നിർമ്മാതാക്കളുടെ സംഘടന മുന്നോട്ട് വയ്ക്കുന്നതാണ്. ഏകദേശം ഒരു 3 മാസം മുമ്പ് നിർമ്മാതാക്കളുടെ സംഘടന അമ്മയ്ക്കൊരു കത്തും നൽകിയിരുന്നു. താരങ്ങളുടെ പ്രതിഫലം അത് താങ്ങാനാവുന്നതല്ല, സിനിമയുടെ ആകെ ചെലവിൻ്റെ 70% താരങ്ങൾക്ക് പ്രതിഫലമായി നൽകേണ്ടി വരുന്നു എന്നുള്ള ആ ഒരു വിവരം നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പേ പുറത്തുവിടുകയും ചെയ്തതാണ്. അതിലൊന്നും താരങ്ങളുടെ സംഘടന പ്രതികരിച്ചിരുന്നില്ല. ഈ വേതനം കുറയ്ക്കാൻ, താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കാനൊന്നും തയ്യാറായിരുന്നുമില്ല. അങ്ങനെ അത് ഒരു പരസ്യ യുദ്ധത്തിലേക്ക് മാറിയത് കഴിഞ്ഞ ദിവസം നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രതിനിധികൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനമാണ്. അതിൽ ചില സിനിമകളുടെ നഷ്ടക്കണക്കടക്കം എടുത്തു പറഞ്ഞുകൊണ്ടാണ് ജി സുരേഷ് കുമാർ വാർത്താ സമ്മേളനം നടത്തിയത്. അതിനെതിരെയാണ് വലിയ പ്രതിഷേധം ഈ താരങ്ങളുടെ സംഘടനയിൽ നിന്നുണ്ടായത്. ഒപ്പം ഇനി പുറത്തിറങ്ങാനിരിക്കുന്ന എമ്പുരാൻ എന്ന ചിത്രത്തിൻ്റെ ബജറ്റ് അടക്കം സുരേഷ് കുമാർ പുറത്തുവിട്ടിരുന്നു. അതിന് ഒരു വലിയ പ്രതിഷേധവും ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ അല്പസമയം മുമ്പ് പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നുണ്ട്. പുറത്തിറങ്ങാത്ത ചിത്രത്തിൻ്റെ ബജറ്റ് വിവരങ്ങൾ പങ്കുവയ്ക്കാൻ സുരേഷ് കുമാറിന് എന്തധികാരം എന്നുള്ളതാണ് അദ്ദേഹം ചോദിക്കുന്നത്. അതടക്കമുള്ള സുരേഷ് കുമാറിൻ്റെ നിലപാടുകളെ പരസ്യമായി എതിർത്തുകൊണ്ട് തന്നെയാണ് ആന്റണി പെരുമ്പാവൂർ ഇപ്പോൾ ഈ ഒരു പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ്. പോസ്റ്റിൻ്റെ ആകത്തുക നോക്കുമ്പോൾ നിർമ്മാതാക്കളുടെ സംഘടനയിലെ പല കാര്യങ്ങളും അദ്ദേഹം വിമർശനാത്മകമായി പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായി ലക്ഷ്യം വയ്ക്കുന്നത് ജി സുരേഷ് കുമാറിനെയാണ്. ജനാധിപത്യപരമായി പ്രവർത്തിക്കുന്ന സംഘടന ഇത്രയും നാളും അങ്ങനെ തന്നെയായിരുന്നു. സംഘടനയുടെ പല കീഴ്വഴക്കങ്ങളും തെറ്റിച്ചുകൊണ്ടാണ് സുരേഷ് കുമാർ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്താ സമ്മേളനം നടത്തിയത് എന്നുള്ളത് അദ്ദേഹം തുറന്നടിക്കുന്നുണ്ട്. എന്തായാലും ഈ നിർമ്മാതാക്കളുടെ സംഘടനയുടെ ഏതെങ്കിലും ഒരു പ്രതിനിധി ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തുമോ എന്നുള്ളത് ശ്രദ്ധേയമാണ്.